250 രൂപ തരാൻ മടിച്ചിട്ട് ഞാനാണെങ്കിൽ 250. അത് വീഡിയോക്ക് നിഷിദ്ധമാണ്, നിഷിദ്ധം. ഇപ്പം ആഘോഷിക്കാതെ ഒരു ഓർമ്മയാണ് അമ്മേ. ഹായ്, എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ സൺഡേ സ്പെഷ്യലാണ് കേട്ടോ. അതായത് ഇന്നലത്തെ വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞു. മുടിയിലിതാ നനഞ്ഞ തോർത്തുമുണ്ടല്ല, നല്ല ഉണങ്ങിയൊരു തുണിയാണ് കേട്ടോ ചുറ്റിയിരിക്കുന്നത്. സാധാരണ നനഞ്ഞ തോർത്തുമുണ്ടാണ് ചുറ്റിയെടുക്കാറ്. അപ്പോൾ ഇതാ രാവിലത്തെ വിശേഷം കാണാം കേട്ടോ. അപ്പോൾ രാവിലെ ഇന്ന് ചായക്ക് ഗോതമ്പ് ദോശയാണ് കേട്ടോ. ഗോതമ്പ് പൊടിനോണ്ട് ഞങ്ങൾ അധികം ദോശ ഉണ്ടാക്കാറുണ്ട്. ദോശ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് മാവെടുത്തിട്ട് ഉപ്പ് വെള്ളം അങ്ങനെ കലക്കി ഒഴിച്ച് ദോശമാവിൻ്റെ പരുവത്തിലാക്കി എടുക്കുകയാണ് കേട്ടോ. ഗോതമ്പ് ദോശ നല്ല ചൂടോട് കൂടി കഴിക്കാൻ നല്ല രസമാണ്. തണുത്താൽ പിന്നെ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല, ഇങ്ങനെ ഒരു വാടിയ പോലെ ഇങ്ങനെ നിൽക്കും. അപ്പോൾ നല്ല ചൂടോട് കൂടിയിട്ടാണ് എല്ലാവർക്കും ഇവിടെ ഇഷ്ടം. എല്ലാവർക്കും ഇഷ്ടമാണ് ഗോതമ്പിൻ്റെ ദോശ. അപ്പോൾ ഞാനിവിടെ വന്നതിൻ്റെ ശേഷമാണ് ഇങ്ങനെ ഗോതമ്പ് ദോശ അധികം കഴിക്കാറ് കേട്ടോ. വീട്ടിൽ എപ്പോഴെങ്കിലുമൊക്കെ ഗോതമ്പിൻ്റെ ദോശ ഉണ്ടാവാറുള്ളൂ. അധികം പിന്നെ ചപ്പാത്തിയൊക്കെയാണ് വീട്ടിലുണ്ടാക്കുക ഗോതമ്പ് പൊടി കൊണ്ട്, അല്ലെങ്കിൽ അട ഉണ്ടാക്കും. ഇവിടെ ഗോതമ്പ് ദോശ വല്ലാതെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കി ഇങ്ങനെ കഴിച്ചപ്പോഴാണ് ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് മനസ്സിലായത്. നല്ല മൊരിഞ്ഞ ദോശ ആയിരിക്കണം, നല്ല ചൂട് വേണം, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പം മാവൊക്കെ ഇതാ ഞാനിങ്ങനെ ദോശമാവിൻ്റെ പരുവത്തിലാക്കി ഇനി ഒരു 10 മിനിറ്റ് അടച്ച് വെക്കും കേട്ടോ. എന്നാലേ ഒരു ദോശയ്ക്കൊരു മയം ഉണ്ടാവുള്ളൂ. നമ്മൾ കുറേ നേരം അടച്ച് വെച്ചാൽ അതിനനുസരിച്ചുള്ള മയം ഉണ്ടാവും. അപ്പോൾ ഞാൻ പാകത്തിനുള്ള മാവൊക്കെ എടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗോതമ്പ് ദോശയ്ക്ക് ഇന്ന് ചെറുപയറിൻ്റെ കറിയാണ് കേട്ടോ. ഇവിടെ എല്ലാവർക്കും കറി വേണം. ചായക്ക് എന്തുണ്ടാക്കിയാലും പ്രശ്നമല്ല, കറി വേണം. ചായക്ക് എന്ത് നമ്മളുണ്ടാക്കിയാലും അവർക്ക് കുഴപ്പമില്ല. ചായക്കാണെങ്കിലും ചോറിനാണെങ്കിലും എന്താണ് നമ്മളുണ്ടാക്കുന്നത് അതവർ കഴിക്കും. അപ്പോൾ അതാ ചെറുപയർ ഞാൻ കുക്കറിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ദോശമാവ് ഇതാകണ്ടോ. അപ്പോൾ ഇനി ഓരോന്നായിട്ട് ഇങ്ങനെ ദോശക്കല്ലിൽ ഇങ്ങനെ ചുട്ടെടുക്കുകയാണ് കേട്ടോ. ഞാൻ അധികം ദോശ ചുട്ടെടുക്കുക എന്നാണ് പറയുക, ദോശ ഉണ്ടാക്കുക അധികവും ഞാൻ അങ്ങനെ കേട്ടോ പറയാം, ദോശ ചുട്ടെടുക്കുക എന്നാണ് പറയുക. അങ്ങനെ ദോശയൊക്കെ ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചൂടോടുകൂടി തന്നെ ഓരോരുത്തർ ഇങ്ങനെ കഴിക്കണുണ്ട്. ചെറുപയറിൻ്റെ കറിയൊക്കെ ഞാൻ വറുത്തിട്ടിട്ടുണ്ട്. ചെറുപയറിൽ ഞാൻ മുളക്, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ ഒരു കഷ്ണം ക്യാരറ്റും ഒരു സവാളയും ഒരു ഇഞ്ചിയും അങ്ങനെ അരിഞ്ഞിട്ടിട്ട് അങ്ങനെ കേട്ടോ വേവിക്കാറ്. അപ്പോൾ ദോശ, എൻ്റെ ദോശയും ചായയും കണ്ടോ ഏറ്റവും അവസാനം ഞാൻ അമ്മയെ കഴിക്കാറ്. അപ്പോൾ ഏറ്റവും അവസാനത്തെ ദോശ ഞാൻ എനിക്കായിട്ട് നല്ല മൊരിച്ചെടുക്കും കേട്ടോ. എനിക്കങ്ങനെ മൊരിച്ചെടുക്കുന്നതാണ് ഇഷ്ടം. അങ്ങനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞു. ഞാനിതാ ഇങ്ങനെ ഉള്ളി നന്നാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. സവാള കണ്ണിലൊക്കെ വെള്ളം നിറച്ചിങ്ങനെ സവാള നന്നാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇന്ന് സൺഡേ ആയതുകൊണ്ട് സൺഡേ സ്പെഷ്യൽ ചിക്കനാണ് കേട്ടോ. അപ്പോൾ പ്രസാദേട്ടനും ഉണ്ട് ഇവിടെ, എല്ലാവരും ഉണ്ട്, ജോലിക്ക് പോകുന്നവരൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ പ്രസാദിൻ്റെ വീട്ടിലുണ്ടായാൽ തന്നെ ഭയങ്കര ഒരു സന്തോഷമാണ്. അപ്പോൾ ചിക്കനൊക്കെ വാങ്ങിക്കൊണ്ട് വന്ന് അതിലേക്ക് സാധനങ്ങളൊക്കെ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചിക്കൻ സ്പെഷ്യലായിട്ട് എനിക്ക് വാങ്ങിക്കൊണ്ട് വന്നതാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചിക്കൻ. ഇവരൊക്കെ മീനിൻ്റെ ആൾക്കാരാണ്, ഞാൻ ചിക്കൻ്റെ ആളാണ്. അപ്പോൾ എനിക്ക് വേണ്ടി പ്രത്യേകമായിട്ട് വാങ്ങിക്കൊണ്ട് വന്ന കേട്ടോ. ഞാൻ പറഞ്ഞതാണ് ചിക്കൻ വാങ്ങാൻ. അപ്പോൾ ചിക്കനൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാലപ്പൊടി നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ചിക്കന് തേങ്ങ വറുത്തരച്ചാട്ടോ കറി വെക്കുന്നത്. അപ്പോൾ തേങ്ങയ്ക്ക് ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ട്. തേങ്ങേൻ്റെ കൂടെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, ചിക്കൻ മസാലപ്പൊടി, ഒരു പിടി ചെറിയ ഉള്ളി, ഒരു പിടി വെളുത്തുള്ളി, പിന്നെ എല്ലാം കറിവേപ്പില, പിന്നെ കുറച്ചധികം കുരുമുളകും ഉണ്ട് കേട്ടോ. എല്ലാം കൂടെ ഇട്ട് മിക്സ് ചെയ്ത് നന്നായി വറുത്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഗ്രൈൻഡറിലാട്ടോ ഞാൻ അരച്ചെടുക്കുന്നത്. നമ്മൾ അമ്മിയിൽ അരയ്ക്കുന്ന പോലെ തന്നെയാണ് ഗ്രൈൻഡറിൽ അരച്ചെടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. മിക്സിയിൽ അരയ്ക്കുന്നതിനെക്കാട്ടിലും ടേസ്റ്റ് ഗ്രൈൻഡറിൽ അരച്ചാലാണ് കേട്ടോ. അപ്പോൾ ഗ്രൈൻഡറിൽ അങ്ങനെ അരച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യം ഗ്രൈൻഡർ തൊടാൻ പേടിയായിരുന്നു. ഇപ്പം ഗ്രൈൻഡറിൽ അരയ്ക്കുന്നതിനും അതിൽ കൈയിടുന്നതിനൊന്നും ഒരു പേടിയില്ല. ഇപ്പം അത് പരിചയമായി. ഗ്രൈൻഡറിൽ നാളികേരം ഇട്ട് കൊടുത്ത ഒരു സുഖമുണ്ട്. അത് അവിടെ കിടന്ന് അങ്ങനെ അരഞ്ഞോളും, നമുക്ക് നമ്മുടെ പണിയെടുക്കാമല്ലോ. അപ്പോൾ 11:30 മണിക്ക് ചായക്ക് കപ്പ പുഴുങ്ങിയതും കപ്പപ്പുഴുക്കും നല്ല അയില മുളകിട്ടതുകൊണ്ട് കേട്ടോ. എല്ലാവരും അത് കഴിക്കുമ്പോൾ ഞാൻ കഴിക്കുന്നത് എന്താ അറിയോ, നല്ല കേക്ക്. അപ്പോൾ ഈ കേക്ക് കിട്ടിയത് തലേ ദിവസം കിട്ടിയതാണ് കേട്ടോ.
അപ്പോൾ ഇത് എന്തിൻ്റെ കേക്കാന്ന് വെച്ചാൽ മാമൻ്റെയും മാമിയുടെയും 25ാം വിവാഹ വാർഷികമായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കേക്കാണ് കേട്ടോ, അവർ കൊണ്ടുവന്നാണ്. അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുക ഞാൻ. അപ്പോൾ ഞാൻ അമ്മേനോട് ചോദിച്ചു, നിങ്ങളുടെ വിവാഹ വാർഷികം എന്നാണെന്ന്, നമുക്കൊന്ന് ആഘോഷിക്കാമെന്ന്. അപ്പോൾ അമ്മ അറിയാം, നല്ല പ്രായത്തിൽ ആഘോഷിച്ചിട്ടില്ല, പിന്നെയല്ലേ ഇപ്പോൾ. അന്ന് ആഘോഷിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എല്ലാവരും ഇല്ലേ, അപ്പോൾ നമ്മളിപ്പോൾ ആഘോഷിക്കുക, അതല്ലേ വേണ്ടത്. നമ്മൾ ആഘോഷങ്ങളൊന്നും മാറ്റി വെക്കാം. നമുക്ക് പ്രായമായി ഇനി ഒന്നിനും കഴിയില്ല എന്നൊന്നും പറഞ്ഞിട്ട് നമ്മുടെ ആഘോഷങ്ങളും നമ്മുടെ സന്തോഷ നിമിഷങ്ങളും നമ്മളെന്തിനാ മാറ്റി വെക്കണം. കഴിഞ്ഞു പോയതിനെക്കുറിച്ച് നമ്മൾ എന്തിനാ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, ഇനി വരാനുള്ളതിനെ കുറിച്ചല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ ഇനിയുള്ളത് നമ്മൾ ആഘോഷിക്കുക, സന്തോഷമായാലും ആഘോഷങ്ങളായാലും സന്തോഷത്തോടു കൂടി ആഘോഷിക്കുക. അപ്പം അത് ഞങ്ങൾ അമ്മയോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പം ആഘോഷിക്കാതെ ഒരു ഓർമ്മയാണ് അമ്മ. നിങ്ങൾ കല്യാണം ഡേറ്റ് ഒന്ന് പറഞ്ഞേരി, പറയേ. ഏത് മാസാ വേനൽക്ക? മാസം 12. അങ്ങനെ പറഞ്ഞൊക്കെ അറിയില്ല. മീനെന്ന് പറഞ്ഞാൽ മീനം വേണം. അപ്പം മാർച്ചിലാവും. മാർച്ച് മീനം 12. നമുക്ക് വഴിയുണ്ടാക്കാം. അപ്പോൾ ഇവിടുത്തെ അച്ഛൻ്റെ അമ്മേൻ്റെ വിവാഹ ദിവസം കേട്ടില്ലേ, മീനം 12. ഇംഗ്ലീഷ് മാസം ഏതാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഇനിയിപ്പോൾ അത് ഞാൻ കണ്ടുപിടിച്ചിട്ട് എനിക്ക് ആ ദിവസം ഒന്ന് ആഘോഷിക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ദൈവം അതിനെ അനുഗ്രഹിക്കട്ടെ എന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ ഈ കേക്ക് മാമൻ്റെയും മാമീൻ്റെയും 25ാം വിവാഹ വാർഷികമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട മാമനും മാമിക്കും 1000 വിവാഹ മംഗളാശംസകൾ നേരുകയാണ്. പിന്നെ 1000 വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാനുള്ള ഭാഗ്യവും കഴിവും ദൈവം അവർക്ക് നൽകട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ. അങ്ങനെ കേക്ക് ഞാനങ്ങനെ കഴിക്കുകയാണ് കേട്ടോ. കേക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്, ക്രീമും ചോക്ലേറ്റൊക്കെ കൂടിയ നല്ല ടേസ്റ്റുള്ള കേക്കാണ്. കേക്ക് ഞാൻ മാത്രമേ കഴിക്കുകയുള്ളൂ. ഇവിടെ എല്ലാവരും ഒരു ഇത്തിരി ഇങ്ങനെ തൊട്ട് നോക്കിയെന്നല്ലാതെ ബാക്കിയുള്ള കേക്ക് മുഴുവൻ ഞാൻ തന്നെ കേട്ടോ കഴിച്ചത്. അങ്ങനെ കേക്കൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഇതാ ഉപ്പേരിക്ക് ബീൻസ് മുറിച്ചെടുത്തതാണ് കേട്ടോ. ഇന്ന് ബീൻസാണ് ഉപ്പേരി വയ്ക്കണത്. പിന്നെ ഇതാ ചിക്കൻ ഇതാ ഞാൻ അടുപ്പത്ത് വയ്ക്കുകയാണ്. ഉള്ളിയും തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് മസാല പുരട്ടി വെച്ച് ചിക്കൻ ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വാട്ടിയെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ചിക്കനൊക്കെ ഒന്ന് അടുപ്പത്ത് നിന്ന് വാടി വരട്ടെ. എന്നിട്ട് വേണം നാളികേരം അതിലേക്ക് അരച്ചൊഴിക്കാൻ. ഗ്രൈൻഡറിൽ നാളികേരം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ അരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരാളിതാ മുറ്റത്ത് വണ്ടി കഴുകുന്നുണ്ട് കേട്ടോ. ഞങ്ങളുടെ മയിൽവാഹനം കഴുകി വൃത്തിയാക്കുകയാണ്. പ്രസാദേട്ടൻ വീട്ടിലുണ്ടായി പിന്നെ പ്രസാദിനോട് കുറച്ച് നേരം ഇങ്ങനെ കൊത്തിക്കൊണ്ട് നിൽക്കാഞ്ഞാൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. എന്തെങ്കിലും കൊത്തി അവസാനം ചീത്ത കിട്ടുവോളം ഞാൻ നിൽക്കും. വീടിൻ്റെ അമ്മർത്തി ഇരുന്നാൽ ആരെങ്കിലും വണ്ടി കഴുകുമോ? ഞായറാഴ്ച സ്പെഷ്യൽ വണ്ടി കഴുകുന്ന ഒരാൾ. പക്ഷെ വണ്ടി കഴുകുന്ന ആളെ കാണിച്ചു തരാൻ പാടില്ല, അത് വീഡിയോക്ക് നിഷിദ്ധമാണ്, നിഷിദ്ധം. ഒരു കൈ, ഒരു തല, ഒരു കാലൊക്കെ ഇങ്ങനെ കാണും. സൺഡേ സ്പെഷ്യൽ ബിരിയാണി എന്ന് പറയുന്നത് ഇത് സൺഡേ സ്പെഷ്യൽ വണ്ടി കഴുകുകയാണ്. കൈയും കാലും മാത്രമേ കാണുള്ളൂ, കൈ കാല്, മുഖം കാണില്ല. ഇതാണ് ഞങ്ങളുടെ മയിൽ വാഹനം. ഇവിടെ വണ്ടി കഴുകുകയാണ് ഗൈസ്. 250 രൂപ തരാൻ മടിച്ചിട്ട് ഞാനാണെങ്കിൽ 250 റുപ്യ തന്നാൽ മതി, ഞാൻ കേൾക്കും. എൻ്റെ ഷാമ്പൊക്കെ മൊത്തത്തിൽ ഇവിടെ ഒരാൾ എരപ്പാക്കുന്നുണ്ട്. നല്ല സോപ്പിട്ട് കേൾക്കിക്കൂടെ, ഇതൊന്ന് കേൾക്കിയതാ. അങ്ങനെ കുറച്ച് നേരം വണ്ടി കഴുകുന്നിടത്ത് കൊത്തി നിന്നിട്ടതാ. പിന്നെ ചോറും കറിയൊക്കെ ആയിട്ടോ. ചോറായി, ചിക്കൻ ഇതാ വറുത്തരച്ച കറിയൊക്കെ റെഡിയായി. പിന്നെ ഇതാ ബീൻസിൻ്റെ തോരനായി, പിന്നെ മീൻ കറിയുണ്ട്, പിന്നെ ഇതാ കപ്പേൻ്റെ പുഴുക്കുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ സൺഡേ സ്പെഷ്യൽ ലഞ്ച്. ഹെവി ലഞ്ചാണ് കേട്ടോ. അങ്ങനെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. എല്ലാവരും ഓരോ വിശ്രമത്തിലാണ്. പ്രസാദം ക്രിക്കറ്റ് കളി കാണുന്നു. വണ്ടി ഇതാ കഴുകി റെഡിയാക്കി മുറ്റത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് വണ്ടി ഒന്ന് ചെക്ക് ചെയ്യാണ് കേട്ടോ. വൃത്തിയാണോ ഒക്കെ നോക്കുകയാണ്. എന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞാണ്ട് അതിനെന്തെങ്കിലും കൗണ്ടർ അടിച്ചിട്ടില്ലെങ്കിൽ ഒരു സുഖമല്ലല്ലോ, അങ്ങനെയാണല്ലോ. അപ്പോൾ ഇതാ വണ്ടിയൊക്കെ നല്ല മിസ്റ്റർ ക്ലീനാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് ഇന്ന് ഒരു വയനാട് ട്രിപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. ഏട്ടന്മാരും ഏട്ടത്തിമാരും എല്ലാവരും കൂടി ഒരു വയനാട് ട്രിപ്പ് പോകണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരൊക്കെ പോയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്, ഞങ്ങൾ പോയിട്ടില്ല. ഞങ്ങൾക്ക് വേറെ 2-3 കാര്യങ്ങളുള്ളതുകൊണ്ട് ആ ട്രിപ്പ് ക്യാൻസൽ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ ചെറിയ ട്രിപ്പ് പോകണം എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലത്തെ ഉച്ച വരെയുള്ള വിശേഷങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ.
ഉച്ചയ്ക്ക് ശേഷം പോയ ട്രിപ്പിൻ്റെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക് യു.